ആക്ടിവേഷൻ ഓഫ് കവനൻ്റ് എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനത്തിലാണ് സംഭവിക്കുന്നത്. ഇന്ധനം കത്തുമ്പോഴാണ്. ഇപ്പോൾ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഫയർ ആകത്തില്ലേ? ഇപ്പോൾ ഒരു തുള്ളി പെട്രോൾ ചീറ്റി വീഴുമ്പോൾ ആ ഫയർ കത്തിപ്പിടിച്ചിട്ട് ടർബൈൻ കറക്കിയിട്ട് വീലിനെ കറക്കും. അങ്ങനെ ബൈക്ക് പിന്നെ മുന്നോട്ട് പോകും. അതുപോലെ ഉടമ്പടി ഫയർ ആകണത് എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം, നല്ലതാണ്. കാര്യം പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി നിലവിലുള്ള സംവിധാനങ്ങൾ കുദാശകളാണ്. പിന്നെയുള്ള സംവിധാനങ്ങൾ വ്യത്യസ്തങ്ങളായ ധ്യാന രീതികളാണ്. എന്തൊക്കെയാണത്? പ്രാരംഭധ്യാനം, വളർച്ചാധ്യാനം, ആന്തരിക സൗഖ്യധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം. ഈ വരദാനങ്ങളുടെ ധ്യാനത്തിൻ്റെ സെക്ഷനിൽ അപ്പോൾ നമ്മളൊരു 2.5 കൊല്ലം പിന്നിട്ടിരിക്കും. ധ്യാന പരിചരണത്തിൽ ആണ് നമുക്ക് ദർശനങ്ങൾ ലഭിക്കണത്, സ്വപ്നങ്ങൾ ഉണ്ടാകണത്. അപ്പം അത്രയും വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഈ സതീശ് പറയണത് എന്താണെന്നറിയാമോ? ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വന്നു കൈയടിച്ച് ശ്രുതികളല്ലേ. അതായത് നമ്മൾക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വരുമ്പോൾ അതിനർത്ഥം അതിലൊന്ന് നമ്മളെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ ആയെന്നാണ് എൻ്റെ അർത്ഥം. നിലപാട് തറയുന്ന ഞാൻ പറഞ്ഞില്ലേ, നിലം നല്ല നിലമായിരിക്കുന്നു, ദൈവത്തിന് കമ്മ്യൂണിക്കബിളായി. നീ കവനൻറ്റിൻ്റെ കമ്മ്യൂണിക്കബിളാകുന്ന ഒരു തലമാണത്. എന്നുവെച്ചാൽ നിങ്ങളിൽ അതിൻ്റെ മദർ ബോർഡുണ്ട്, അതിൻ്റെ ഒരു പാർട്ട് നിങ്ങളിലുണ്ട്, ദൈവത്തിന് കമ്മ്യൂണിക്കേഷനായി നിങ്ങളുമായിട്ട്. അപ്പോൾ ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ദാറ്റ് മീൻസ് അത് ദർശനങ്ങളും സ്വപ്നങ്ങളും കവനൻ്റിൽ പ്രസൻസിൻ്റെ ഭാഗമാണ്. കാര്യം പ്രസൻസ് ആണല്ലോ കവനൻറ്റിൻ്റെ എല്ലാ പ്രാർത്ഥനകളും കവനൻറ്റിനെ വ്യത്യസ്തമാക്കുന്നത് പ്രസൻസാണ്. എന്താണ് കവനൻറ്റിൻ്റെ അകത്ത് ഇപ്പോൾ പുറപ്പാട് 33:14 അതുപോലെ തന്നെ ജോഷുവ 1:9 എന്താ പറയണത്? പുറപ്പാട് 33:14 പറയണത് ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. കവനൻറ്റിലുള്ളതാണ് പ്രസൻസ്, സാന്നിധ്യം. പിന്നെ എന്താണ് ജോഷുവയിൽ എന്താ 1:9 പറയണത്? ഐ കം വിത്ത് യു വേർ എവർ യു ഗോ. സാന്നിധ്യത്തിൻ്റെ വിശാലത വരണത് അങ്ങനെയാണ്. നീ എവിടെ പോയാലും, ദാറ്റ് മീൻസ് ICUവിലായി നീ ബോധം കെട്ട് വെന്റിലേറ്ററിൽ കിടന്നാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. ശ്രുതികട ഹല്ലേലൂയ. കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന്, സാമീപ്യത്തിന് നന്ദി പറയുന്നു. അതായത് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നീ കർത്താവിൻ്റെ വചനങ്ങളെ സന്തോഷത്തോടെ ചെയ്യാൻ തുടങ്ങുന്ന സമയമുണ്ട്. അപ്പോഴാണ് കവനൻ്റെ റൈപ്പാകുന്ന അപ്പോഴാണ്. അതൊക്കെ അത് നിങ്ങളുടെ കാലാവസ്ഥകൾ നിങ്ങൾക്കത് വിവേചിക്കണം. കവനൻ്റെ അതായത് ഒരു റൈപ്പാകുന്ന സംഭവമുണ്ട്. ആ സമയത്താണ് എന്താണ് നമ്മൾക്ക് സന്തോഷമുണ്ടാകും. ഇപ്പം നിങ്ങൾ പത്രം കൊടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ നിങ്ങളുടനെ അളിഞ്ഞ മോന്തമായിട്ടാണ് പലരും പോകണത്. പത്രവും കഷത്ത് വെച്ച് അളിഞ്ഞ മോന്തമായിട്ട് എങ്ങനെ ആരുടെങ്കിലും പെട്ടെന്ന് കെട്ടി വെക്കണം. അതാ സംഭവം. എന്നിട്ട് ഈ കള്ളന്മാർക്ക് അക്കാമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വരും കണ്ടാന്നൊക്കെ. കള്ളന്മാർ പത്രം കൊണ്ട് പോകണ്ടേ ഒത്തിരി പേര് കാണുമ്പോൾ അറിയാൻ പറ്റും. അവർക്ക് പേടിയാണ് ആൾക്കാരെ. ഈ പത്രം ആരെ കെട്ടി ഏൽപ്പിക്കുക, അവർ വാങ്ങിക്കുക, അവർ നമ്മളെ വഴക്കിടുക. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടാർഗറ്റ് തന്നിരിക്കുന്നത് പ്രോജക്റ്റ് പത്രമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യുന്ന എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് കേമന്മാരാണല്ല. അതായത് നമ്മൾക്കുണ്ടാകുന്ന ദൈവത്തിന് പ്രവേശിക്കാൻ പറ്റാത്ത ഇടങ്ങളെ ഉടമ്പടി ആദ്യമേ തന്നെ പൊട്ടിച്ച് കളയും. എന്ത് പറയും? ആശുപത്രി പോകണം, ഗവൺമെൻറ് ആശുപത്രി തന്നെ നോക്കി പോകണം. അല്ലാതെ പ്രൈവറ്റ് ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പോയിട്ട് AC റൂമിൽ പോയിട്ട്
ആൻറ്റിനെ കണ്ടുവെച്ചാൽ പോന്നിട്ട് ഞാൻ രോഗിയെ കണ്ടെന്നൊന്നും പറയരുത്. അത് നിങ്ങളുടെ പ്രൈവറ്റ് ബിസിനസ്സാണ്. പാവത്തങ്ങൾ ജീവിക്കണ ഗവൺമെൻറ് ആശുപത്രി പോകണം. അവരവിടെ ഭക്ഷണം കഴിക്കാത്ത ഒരു ബൈസ്റ്റാൻഡേഴ്സ് കാണും. അവർക്ക് ആശുപത്രിയിൽ നിന്ന് ഭക്ഷണം രോഗികൾക്ക് കിട്ടും, ബൈസ്റ്റാൻഡറിന് കിട്ടത്തില്ല. നിങ്ങളവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ എഴുന്നേൽക്കണം. ചിലർ അമ്മയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് കൊടുക്കും, സ്കൂട്ടർ സൈക്കിളെ വെച്ച്. ആ അമ്മ ചമ്മന്തി അരക്കുമ്പോൾ നിങ്ങളുടെ കൂടണം. ഞാൻ യൂത്തിനോടാണ് പറയണത്. 40% യൂത്താണേ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോൾ അവർ നല്ല മക്കളാണ്, ബുദ്ധിയുള്ള മക്കളാണ്, കൃപയുള്ള മക്കളാണ്. പക്ഷെ അവർക്ക് കാര്യം പറഞ്ഞാൽ അവർ ഇടിവെട്ടി പറയും. അപ്പോൾ നിങ്ങളെ അമ്മ ചെയ്യുമ്പോൾ ഈ ആശുപത്രിക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അമ്മയാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അമ്മയുടെ കൂടെ കൂടി സഹായിക്കണം. അപ്പോൾ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ പിന്നെ കൈ കൊണ്ടേരുത്, കൈ ഒടിഞ്ഞു പോകും. മറിച്ച് സന്തോഷം തോന്നണം. ആ സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടമ്പടി ക്ലിക്കായിട്ടുണ്ട്. എൻ്റെ ആക്ച്വൽ ക്ലൈമറ്റായി ഉടമ്പടിയുടെ കറക്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന കാലാവസ്ഥയായിരിക്കണം. ഇപ്പോൾ നാട്ടിലൊക്കെ ചെമ്മീനായി ഇവിടെ മുഴുവൻ കറി ആൾക്കാർക്ക്. നിങ്ങൾക്കുണ്ടോയെന്ന് അറിയത്തില്ല, നാട്ടിലൊക്കെ കുറേ ആൾക്കാർക്ക് ചെമ്മീൻ കിട്ടിയിപ്പോൾ. എന്താ കാര്യം? കാലാവസ്ഥ അതാ. ഒരു നല്ല മഴ കഴിഞ്ഞു, പുഴയിലേക്ക് വെള്ളം കയറി, കടൽ വെള്ളവും നമ്മുടെ കായലിലെ വെള്ളം കൂടി യോജിച്ചു, ചോലയുണ്ടായി. അപ്പോൾ ആ ചെമ്മീൻ പിന്നെ ഒഴുക്കിന് കടലിലേക്ക് പോയി, അതൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നു. അതെന്നാൽ ഇത്തരം ചെമ്മയൊക്കെ ആയുള്ളൂ, ഇനിയും വലുതാവുന്നത്. അപ്പോൾ ചെമ്മീൻ്റെ കാലാവസ്ഥയാണത്. ക്ലൈമറ്റിനും അതുപോലെ ഉടമ്പടിക്കും ഒരു കാലാവസ്ഥ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണതിന് സങ്കടം, പേടി, ഭയം, മറ്റൊരു നാട്ടുകാരെന്ത് കാണും, എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് മറ്റുള്ളവരെ, ദൈവത്തെക്കാൾ നാട്ടുകാരെ ഭയം, ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സംവരണത്തിൽ തരണതാണ്. മറ്റുള്ളവരുടെ പ്രാർത്ഥന, അമ്മയുടെ കണ്ണീരൊക്കെ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതാണ് യൂത്ത്. പക്ഷെ അങ്ങനെ എന്നും കൊന്നും അമ്മയുടെ കണ്ണീരിൽ ജീവിക്കാൻ, അമ്മയൊക്കെ കണ്ണൊക്കെ അടയണ കാലത്ത് നമുക്ക് ജീവിക്കണ്ടേ? അതാണ് സത്യം. അപ്പോൾ അത് നോക്കിയിട്ട് നേരത്തെ തന്നെ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എപ്പോഴും ചെയ്യണത് ഈ പരിശുദ്ധാത്മാവായാലും ഈശോയായാലും ദൈവപിതാവായാലും ഇവരെല്ലാം വ്യക്തികളാണ്. നമ്മളൊരു വ്യക്തിയോടാണ് ഇൻട്രാക്ട് ചെയ്യണത്. ഇവർ ഒരേ സമയം സത്തയിൽ പക്ഷേ ഏകമാണ്, ഒന്നാണ്. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയും ഐസ് കട്ട പോലെ ഇരിക്കുമെന്ന് പറയും. എന്താണ്? ഐസ് കട്ടയിൽ വാതകമുണ്ട്, അതിങ്ങനെ വാതകം പോലെ പോണ കാണാം. അത് വെച്ചിട്ടുപോയാണ്. കരമായിട്ടിരിക്കും, അത് വെച്ചിട്ടുപോയാണ്. തലയ്ക്ക് വെള്ളം പോലെ വീഴും, അത് വെച്ചിട്ടുപോയാണ്. രണ്ട് ബോക്സും തന്നെ മാത്രമാണ്. ഇത് സത്തയിൽ ഒന്നാണ്, പക്ഷേ 3 വ്യക്തികളാണ്. പക്ഷേ വ്യക്തികൾ ഈ ശക്തമായ ദൈവമാണ് നമ്മളിൽ വസിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വർക്ക് ചെയ്യണത്. പക്ഷേ സ്ഥിര ശാന്തമായ സാന്നിധ്യം, പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലെപ്പോഴും ഉണ്ടാവും. ആക്ടിവേഷൻ പ്രിൻസിപ്പിളായിട്ട് പറയുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ ഒരു പേഴ്സണാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവെ ദുഃഖിപ്പിക്കരുത് എന്നൊക്കെ പറയണത്. ഇല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എഫേസ്യർ 4:27 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഫേസ്യൻസ് 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേദനിപ്പിക്കരുതെന്നാണ് രക്ഷയുടെ ദിനമെന്ന് പറയണത്. നിങ്ങൾ ക്രിസ്തുവിൽ ഈ രക്ഷയുടെ ദിനമെന്ന് പറയുന്നതാണ്. ആധ്യാത്മിക അനുഭവത്തിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്ഷയുടെ ദിനങ്ങളാണ് വരണത്. രക്ഷയുടെ ദിനങ്ങൾ, ഈ ബൈബിൾ ദിനമെന്ന് ഉപയോഗിക്കുന്നത് ഒരു വലിയ കാലഘട്ടത്തെ മൊത്തമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദിനം, നിത്യതയെല്ലാം ബൈബിൾ ഉപയോഗിക്കുന്നത് വർഷമായിട്ടല്ല, അതൊരു ദിനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയുടെ ദിനം പല അർത്ഥമാണ്. അതായത് രക്ഷയുടെ ഭൗതിക ദിനങ്ങളുണ്ട്, അതുപോലെ തന്നെ നിതാന്തമായ ദിനങ്ങളുണ്ട്. നമ്മളതിനെ ക്രോണോസ്, കൈറോസ് എന്നൊക്കെ ബൈബിളിൽ വ്യത്യസ്തങ്ങളായിട്ട് പറയും. പക്ഷേ ക്രോണോസിലും ഉണ്ടാകുന്ന പ്രശ്നം, അത് ഭൗതിക ദിനങ്ങളിൽ ഉണ്ടാകുന്ന വിഷയം ഭൗതിക ദിനങ്ങളാണ്, ഭൗതിക ദിനമായിട്ടല്ല.
എന്നെല്ലാം നീ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു അതെല്ലാം രക്ഷയുടെ ദിനങ്ങളാണ്. രക്ഷയുടെ ദിനങ്ങളാണ്. എല്ലാ ദിവസവും ക്രിസ്തുവിനെ നമ്മൾക്കറിയാമല്ലോ, എന്ത് ഉടമ്പടിയായാലും ബേസിക്കായിട്ട് നമുക്ക് കിട്ടേണ്ട അനുഭവം ക്രിസ്തു അനുഭവമാണ് ഉണ്ടാകണം. അതിന് ഓരോ ദിവസവും ക്രിസ്തു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മാതൃശ്രദ്ധയും മാതൃകാശ്രദ്ധയുമായിട്ടൊക്കെയാണ് മറിയം. അതിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന സാങ്കേതികമായ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. ആ ഉടമ്പടിയിലെ ലക്ഷ്യം എന്താണ്? ക്രിസ്തു അനുഭവമാണ് ലക്ഷ്യം. അപ്പം നിങ്ങളുടെ മനസ്സിലെല്ലാം ഈ സന്തോഷം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു എന്നുള്ള വ്യക്തിയിലാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ പത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഉടനെ അടുത്ത IELTS പാസ്സാകുമെന്ന് ഓർത്തും കാനഡയിൽ PR കിട്ടുമെന്ന് ഓർത്തല്ല സന്തോഷിക്കേണ്ടത്. ആ സന്തോഷം ഇതുമായിട്ട് ബന്ധമില്ല. പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കേണ്ടത് ക്രിസ്തു എന്ന നാമത്തെ പ്രതിയാണ്. അതായത് നമ്മൾ അതിലെടുക്കണമെങ്കിലേ 5:41 എടുത്ത് നടപടി പുസ്തകം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ ഇത് ഒരു പ്രധാന കവനന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫേസാണ്. ഫേസ് വേർഡ് എന്ന് പറയുന്നതിനാ ഒരു മുഖവചനമാണ്. എന്താ കാര്യം? ഒന്നിന് വായിച്ചത് അവരെന്താ അപ്പോസ്തലന്മാരെ ഉദ്ദേശിക്കണം. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ ഈ നമ്മൾക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഉള്ളതാണ് അപമാനം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് സന്തോഷമുള്ള പരിപാടിയാണെന്ന് വിചാരിക്കരുത്. സത്യസന്ധമാണെങ്കിൽ സന്തോഷമുള്ള പരിപാടിയല്ല ഇത്. വെളിച്ചം പാത്ത് നിങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കണവരില്ലേ? ഡാഡിയോടെ പോൺ ചേക്കറേ, ഡാഡിയോടെ പോൺ പള്ളി അപ്പനോട് ഷർട്ട് എടുത്തുമ്പോൾ ഡാഡിയോടെ പോൺ, ഞാൻ പള്ളി പോൺ എന്നാൽ ഈ പത്രം ഒന്ന് കൊടുക്കുക. അതാണ് പ്രശ്നം. അവർക്ക് എന്നാ പ്രശ്നം? അവൻ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതല്ല, നമ്മളാണ് അപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എടി പെണ്ണെ നിനക്ക് തലക്ക് വല്ല കാച്ചിൽ വേണം, വേറെ പണിയൊന്നുമില്ലേ, ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ അഭ്യാസമാണ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ നിരീശ്വരവാദികളെ കണ്ടുമുട്ടും. അവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ കലി കയറും. അവർ നിങ്ങളുടെ തന്തയ്ക്ക് വിളിക്കണമെന്ന് പറയും, ദൈവത്തിന് തന്തയ്ക്ക് വിളിക്കും. കാരണം പിശാചിന് അങ്ങനെ തോന്നുമല്ല അഴിച്ചു പിടിക്കാൻ, ഒരു ധൈര്യമല്ല പിശാചിന്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അപ്പം നിങ്ങളോർക്കും ദൈവമേ അവരെന്നെ തന്തയ്ക്ക് വിളിച്ച് വല്ലതും കേട്ടാ. നമ്മുടെ പ്രശ്നം വേറെ അവരുടെയും കേട്ടാ, നമ്മൾ കേട്ടല്ല പ്രശ്നമേ. നമ്മളെ ചീത്ത വിളിക്കണ വേറെ അവരും കേട്ടാന്നാണ്. ദാറ്റ് മീൻസ് നമുക്ക് സന്തോഷമില്ല, നമുക്ക് നിരാശയും പണ്ടാരം പോയി ഉടമ്പടി എടുത്തത് ഗതികേടായല്ല. ഇതിൽ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കേട്ട ഇതേ മാർഗ്ഗമുള്ള വേറെ മാർഗ്ഗമൊന്നുമില്ലേ എന്ന് നമ്മൾ ചോദിക്കും. എൻ്റെ മക്കളെ, ഇതേ മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മാർഗ്ഗമൊക്കെ ഉണ്ട്. പക്ഷേ മുതൽ മുടക്കമുള്ള മാർഗ്ഗം ഇതേ ഉള്ളൂ. കവനൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ്, പേഴ്സണല്ലേ. ദൈവം നമ്മൾ വ്യക്തിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് വിളിക്കണ കവനൻ്റേ ഉള്ളൂ. ബാക്കിയെല്ലാം സിംഗിൾ ഹെഡിൽ പ്രെയറാണ്. കേട്ട് പോയാൽ പോയി, അത്രേ ഉള്ളൂ. നിങ്ങൾക്കത് കേൾക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ദൈവം ഇത് കേൾക്കണമെന്ന് നിർബന്ധവും ഇല്ല. ഇതെന്ന് പറയുമ്പോൾ കവനൻ്റാണ്. ദൈവം നിങ്ങളോട് എഗ്രിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവം ഇത് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. തിമോത്തിയല്ലേ? ആരാധന യേശുവേ ആരാധന. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അതായത് തന്നെ തന്നെ നിഷേധിക്കാൻ നമുക്ക് സാധ്യമാണ്. അതായത് നമ്മൾ ഫ്രോഡായത് കൊണ്ടാണ്. ഫ്രോഡെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്?
അവനവനെ തന്നെ നിഷേധിക്കുന്ന ആൾക്കാരാണ്. എന്തെല്ലാം ദൈവത്തെ പറഞ്ഞാൽ, ഇപ്പോൾ ചില ഭർത്താക്കന്മാരില്ലേ, അവർ കുടിച്ചിട്ട് കയറി വരുമ്പോൾ ഭാര്യ ഉടനെ വിഷമെടുത്ത് കഴിക്കാൻ പോകും. ഉടനെ ഭാര്യയുടെ കൈ എടുത്തിട്ട് പറയും, കൈ എടുത്തിട്ട് അയാളുടെ തലയെ വെക്കും, അല്ലെങ്കിൽ അയാളുടെ കൈ എടുത്ത് ഭാര്യയുടെ തലയെ വെച്ച് കൊടുക്കും. എടീ, നിൻ്റെ തലേ ആണ്, നീയാണ് സത്യം, ഞാൻ ഇതിനെ കുടിക്കത്തില്ല. എടോ മനുഷ്യ, ഇത്രയും കുറേ നാൾ തലയെ വെച്ച് എൻ്റെ തലക്ക് തലവേദന മാറണില്ലെന്ന് പറയും. ഇപ്പോൾ തല പൊട്ടിപ്പോകാൻ പോണെന്ന് പറയും. എന്താണെന്ന്, അയാളത് ഫ്രോഡാണ്. അയാൾ ഈ ഭാര്യ തൽക്കാലം പിന്തിരിപ്പിക്കാൻ വേണ്ടി ഈ കുടിയൻ എന്ത് ചെയ്യും, അയാളുടെ കൈ എടുത്ത് ഭാര്യയുടെ തലയെ വെച്ച് കൊടുക്കും. ഭാര്യയ്ക്ക് ആ കവനൻ്റിൽ വിശ്വാസം ഇല്ല. എന്താ ഇങ്ങനെ കവനൻ്റെ പലത് കഴിഞ്ഞ് കൈയെടുത്ത് കുടിച്ചോണ്ട് വരുമ്പോൾ ഭാര്യ വിഷം എടുക്കുക, പുള്ളി കൈയുടെ തലയെ വെക്കുക. ഈ ഉടമ്പടി പല പ്രാവശ്യം നടന്നിട്ടുള്ളതാണെന്ന് പുള്ളിക്കറിയാം. ഫ്രോഡാണ്. തന്നെ അയാൾ നിഷേധിക്കും. പക്ഷെ ദൈവം അതാണ് പ്രശ്നം. ദൈവം നമ്മൾക്ക് എന്തെങ്കിലും വായിന്ന് വിട്ട വാക്ക് പഴഞ്ചാക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോകും. നമ്മൾക്ക് നമ്മുടെ വാക്കിനോട് നമ്മൾ ഒരിക്കലും ഉത്തരവാദിത്തം കാണിക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിങ്ങൾ ഉഴപ്പണത്. ദൈവം അങ്ങനെ അല്ല. ടേക്ക് ദ വേർഡ്, റീഡ് ഇറ്റ് അഗൈൻ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പൊ ദൈവം സത്യമാണെന്ന് പറയുമ്പോൾ ആ സത്യത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് തന്നെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യും, നിങ്ങളുടെ ഉടമ്പടി നിങ്ങൾ ഉഴപ്പിയാലും അത് നടക്കും. പക്ഷേ പിശാച് നിങ്ങളോട് പറയും, നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയല്ല, നീ ഇപ്പോൾ ഉടമ്പടി ഒന്നും ചെയ്യണില്ലല്ല, എന്നിട്ട് നിനക്ക് ഉദ്യോഗം കിട്ടിയല്ല, അപ്പോൾ ഉടമ്പടിയല്ല കാര്യം. അത് സ്വാഭാവിക ഉടമ്പടി ചെയ്തില്ലെങ്കിൽ കിട്ടുമായിരുന്നു, പണിയായില്ലേ. അതായത് നിങ്ങളെ ഉതക്കുന്ന ഓരോ ഉതപ്പിലും പിശാച് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ കള്ളക്കളികൾ മനസ്സിലാക്കണം നിങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങളെ ഉതപ്പ്, നിങ്ങളെ കുറച്ച് കഴിയുമ്പോൾ ഉടമ്പടി നിങ്ങൾ മനഃപൂർവ്വം ഉഴപ്പണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളുടെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അത്രയും സീരിയസ് ടൈപ്പ് പേഴ്സൺ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ പോയി അളിയന്മാരും 3 പേരും കൂടി ഇരിക്കുമ്പോൾ പറയും, എൻ്റെ അളിയ നമ്മ കണ്ടിട്ട് എത്ര നാളായി. അപ്പോൾ പറയും, നീ മസ്കറ്റിലല്ലേ, നീ എത്ര കാലമായി? ഞാൻ 12 കൊല്ലം. നീ എത്ര കാലം? ഞാൻ 7 കൊല്ലം. ഈ 7 കൊല്ലം 12 കൊല്ലം പറയുന്നതിനാണെന്ന് പറയാം, വെള്ളം അടിക്കാനാണേ. അതിൻ്റെ ഈ 7 കൊല്ലവും 12 കൊല്ലത്തിൻ്റെ ഇവനെ എടുത്ത് വീണ് പോകും. ശരിയാണ്, അളിയെ കണ്ടിട്ട് 16 കൊല്ലമായി, 12 കൊല്ലമായി, 7 കൊല്ലമായി, ഇനി എപ്പോൾ കാണാനാണ്? മനുഷ്യന്മാരല്ലേ, ഇന്ന് കാണുന്നത് നാളെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോരോ സെൻറ്റിമെൻ്റ് അടിക്കുമ്പോൾ ഇവനും കുടിക്കും. അതുകൊണ്ട് ഈ പാപ്പടം വീണ് പോകും. പാപ്പടം വീണ് പോകുന്നതിന് പാപ്പടനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയും വീഴാനൊരവസരം തരികയാണ്. വീഴാനും ഒരു അവസരമാണത്. ദൈവം തന്നെ വീഴിക്കാൻ അനുവദിക്കും. എന്നിട്ടപ്പോൾ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് അയ്യോ എൻ്റെ മാതാവേ, എൻ്റെ കടങ്ങളെ, എൻ്റെ രോഗമേ, ഞാൻ ഉടമ്പടി ചെയ്താണല്ലോ, ഞാൻ തെറ്റിപ്പോയില്ല എന്ന് നിനക്ക് സങ്കടം വരും. സങ്കടം വരെ കുഴപ്പമില്ല, അതിൽ ദൈവസ്നേഹം ഉണ്ടാകണം. നിനക്ക് ദൈവസ്നേഹമല്ല, അയ്യോ ഞാൻ ഉടമ്പടി തെറ്റിപ്പോയില്ല, ഇതിൻ്റെ കടവടക്കാം. നിങ്ങൾക്ക് വിഷയസ്നേഹമാണുള്ളത്. നിങ്ങൾക്ക് ദുഃഖമുണ്ട്. ഉടമ്പടി വീഴുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷെ ആ ദുഃഖം ദൈവഹിതപ്രകാരമല്ല. ഈ ദുഃഖത്തിൻ്റെ പ്രശ്നം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഉണ്ടാവും, ഭൗതിക ദുഃഖം ഉണ്ടാവും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 7:10. 2 കൊരിന്തോസ് 7:10. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം, പറഞ്ഞേ, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്താപം എന്ന് പറയുന്ന ഒരു ദുഃഖമാണ്, പക്ഷേ രക്ഷാകരമാകണം. രക്ഷാകരം എന്ന് പറയുന്നത് എന്താണ്? രക്ഷ ആരാണ്? ലുക്ക 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ നിൻ്റെ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ഉണ്ടാക്കണം. രക്ഷാകരം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ്, അല്ലാതെ കേവല പശ്ചാത്താപമല്ല. നമ്മളെ കുമ്പസാരക്കൂട്ടിലൊക്കെ വേണ്ടത് ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ്, അല്ല പാപത്തെക്കുറിച്ച് ദുഃഖമില്ല. നിങ്ങളുടെ ഇപ്പോൾ വിശുദ്ധരായി ജീവിച്ചിട്ട് ദൈവത്തെ കഞ്ഞി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കഥയുമില്ല. നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കാനാണ് നമ്മൾ പാപം ഒഴിവാക്കി ജീവിക്കുകയും അഥവാ വീണുപോയാൽ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യണത് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വിഷയത്തിലാണ്.
നമ്മുടെ ദുഃഖവും സന്തോഷവും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞ ഒരൊറ്റ പേരിലാണ്. ഈ ഗോട്ട് ദ പോയിന്റ്, മനസ്സിലായില്ലേ? നമ്മുടെ ദുഃഖം, നമുക്ക് ദുഃഖം ഉണ്ടായി, അത് ആ ദുഃഖം ദൈവഹിത പ്രകാരമാണെങ്കിൽ അത് ക്രിസ്തുവിന് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖമായിരിക്കണം. നമുക്കൊരു സന്തോഷമുണ്ടായി, സന്തോഷം എന്താ പറയുന്നത്? 5:41 എന്താ പറയണത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി പറഞ്ഞ് നാമത്തെ പ്രതി ക്ലേശങ്ങൾ അനുഭവിച്ചതിൽ സന്തോഷത്തോടെ അവർ സംഘത്തിൽ നിന്ന് പുറത്തുപോയി. അവിടെ സന്തോഷമാണ്. നടപടി പുസ്തകത്തിൻ്റെ 5:41 2 Corinthians 7:10 ദുഃഖവും നടപടി പുസ്തകത്തിൻ്റെ 5:41 സന്തോഷവും ഒറ്റ വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത്. ഈ ഉടമ്പടി കാലാവസ്ഥ എന്ന് പറയണത് നമ്മുടെ ദുഃഖ സന്തോഷങ്ങളെ വിഷയത്തെയാണോ ഈ വ്യക്തിയെയാണോ ആശ്രയപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് പറയണമെങ്കിൽ അത് ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. അപ്പോൾ നിങ്ങൾ കവനൻറ്റിലാണ്. അതാണ് നിലപാട് തറയെന്ന് പറയണത്, അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയണത്. ഉടമ്പടി റൈപ്പായിരിക്കുന്നു. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി പത്രം കൊടുത്തപ്പോൾ ഇന്നാളൊരു, നിങ്ങൾ ഇത്രയും പഠിച്ചതല്ലേ, എനിക്ക് നാണമുണ്ട് ഈ പത്രവും കാവിക്കൊണ്ട് നടക്കാമെന്ന് ഓട്ടോറിക്ഷക്കാർ പറഞ്ഞ്. അപ്പോൾ അവൾ പറഞ്ഞ്, അത് ശരി, ഞാൻ രക്ഷപ്പെട്ടത് ഈ പത്രം കൊണ്ടാണ്, നിങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളത് കൊണ്ട് വിതരണം ചെയ്യണത്. ഞാനിതൊക്കെ നിങ്ങൾ ആദ്യം വന്ന് ഇവിടെ നിന്ന് ഇത് പറയണതല്ല, നിങ്ങൾ അവിടെ വന്ന് നോക്കണം ദൈവം എന്താണ് ചെയ്യണമെന്ന് കണ്ടെത്താൻ. അതാണ് സന്തോഷം ദൈവത്തെ പ്രതി. അവളെ ക്ലേശിപ്പിച്ച അതിൽ വേറെ വല്ലവരും ആണെങ്കിൽ അയ്യോ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയണില്ല എന്ന് പറഞ്ഞ ഉടനെ വീട്ടിൽ നിന്ന് പോകും. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളെക്കുറിച്ച് ഈശോ പറഞ്ഞത് എന്താണ്? ഏറ്റവും വലിയ ശത്രുക്കളെന്ന് പറഞ്ഞ് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈശോ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ? നമ്മുടെ കുടുംബത്തിലുള്ളവരാണെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 10:36. മത്തായി 10:36. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. അപ്പം അമ്മ ശത്രുവായിട്ട് വരാം, അപ്പൻ ശത്രുവായിട്ട് വരാം. നിങ്ങൾ തേരും പാലും പഞ്ചാരം എന്ന് പറഞ്ഞ കക്ഷികളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ശത്രുതയുടെ അവതാരങ്ങളായിട്ട് നിൽക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളെ പിഴപ്പിച്ചിരിക്കുന്ന പല ആൾക്കാരും ആൻറ്റിമാരായിരിക്കും. ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞതാണ്. എന്താണെന്നറിയാമോ? ഓരോ ഡൈവേഴ്സും പരിശോധിക്കുമ്പോൾ, ഓരോ പ്രണയവും പരിശോധിക്കുമ്പോൾ, പ്രണയത്തിൽ ചില ആൾക്കാർ ചെന്ന് ചാടിയിട്ട് അബോഷണൊക്കെ നടക്കുന്നുണ്ടല്ലോ, എല്ലാം തുടങ്ങി വെക്കണമ്പോഴെല്ലാം ആൻറ്റി എന്ന് പറയുന്ന ആ സംഭവത്തിന് ഇതെല്ലാം അറിയാൻ പറ്റും. കാര്യം നിങ്ങൾ ആദ്യം മുതൽ ഇൻട്രാക്ട് ചെയ്യണ ഒരു സംഭവമാണ്. അമ്മയല്ല, ആൻറ്റി. ആൻറ്റി വലിയൊരു അവതാരമാണ്. മിക്കവാറും നരകത്തിൽ ചെല്ലുമ്പോൾ ആൻറ്റിമാരായിരിക്കും കൂടുതൽ. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ വഴിപഴപ്പിച്ചതിൽ ആൻറ്റിയുടെ റോളെന്ന് പറയുന്നത് ചെറിയ റോളൊന്നുമല്ല. കാര്യം ഈ കൊച്ചെന്ന് പറഞ്ഞാൽ അവൾ എന്ത് ചെയ്താലും പക്ഷേ വീട്ടിൽ വഴക്കണ കാരണം ആൻറ്റി ഒരു സാന്ത്വനത്തിൻ്റെ ആളായ കാരണം അവിടെ എന്ന് പറയും. അപ്പോൾ എല്ലാ തിന്മകളും നന്മകളും ചെന്ന് പറയണതാണ്. എന്നിട്ട് ഈ പണ്ടാര ഇതിനെ വഴിതിരിച്ചിട്ട് തിന്മയിലേക്ക് വിടുകയാണ്. അത് ആത്മാവ് നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അബോർഷനായാലും ഡൈവേഴ്സ് ആയാലും വേറെ എന്ത് പ്രാക്കപ്പെട്ട പരിപാടിയായാലും ഇതിൻ്റെ പിന്നിലുള്ള ശക്തി കുടുംബത്തിൽ തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഈശോ ചോദിക്കുന്നത്, പത്രോസിനോട് വരെ ചോദിക്കും, എന്താണ്? ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുമോ? ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ്. ഈ ശിരസ്സിലും ഇടത് കൈ നെഞ്ചിലും ചേർത്ത് പിടിക്കുക. കർത്താവേ, വിശ്വാസത്തിൽ നിൻ്റെ അവകാശമായ മക്കള് നിൻ്റെ പരിശുദ്ധ ദൈവമാത പ്രത്യക്ഷപ്പെടുവാൻ നീ അനുഗ്രഹം നൽകിയ വിശുദ്ധമായ മണ്ണിൽ നിന്നുകൊണ്ട് അവിടെ കണ്ണീരിൻ്റെ കാലത്ത് നിന്ന് നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ആഗ്രഹിൻ്റെ ദൈവമേ, എല്ലാവരും പരിത്തത്തിയായി മരുഭൂമിയിലേക്ക് വലിച്ചെറിയുമ്പോഴും കുളിർജടമായി നീ മരുഭൂമിയിൽ ഒഴുകി വന്ന ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ മേഘസ്തംഭമായി തണലേക്ക് നയിച്ച ദൈവമേ, ഹോറേബിലെ മുൾമരമെരിയാതെ എരുതി നടുവിൽ
നീ ജ്വലിച്ചു നിന്ന ദൈവമേ, നിന്റെ ദിവ്യ സാന്നിധ്യമായി ഇത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് കടലിന് മീതെ നടന്നുകൊണ്ട് കടലിനെ ശാന്തമാക്കിയ പരിശുദ്ധ ദിവ്യകൃപാനെ നിനക്ക് നേരവും ആരാധനയും സ്തുതിയും സ്തോത്രമുണ്ടാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. നിന്റെ പഞ്ചക്ഷതങ്ങളെ ഓർത്തുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ തിരുമുറുപാർന്ന വലതുകരം ഈ മക്കളിലേക്ക് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. സദ്യബന്ധങ്ങൾ കർത്താവിനൊപ്പം നിറയട്ടെ. സ്തുതിക്കട്ടെ. പേശികളിലെ കർത്താവിനൊപ്പം നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിനൊപ്പം നിറയട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിനൊപ്പം നിറയട്ടെ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിനൊപ്പം നിറയട്ടെ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കർത്താവേ, ഈ മക്കളുടെ മേലെ ദൈവിക ശക്തി ഒഴുക്കണമേ. എല്ലാ കോശങ്ങളിലും പേശികളിലും ദൈവിക ശക്തി ഒഴുക്കണമേ. മാർഗരോഗങ്ങള്, തീരാവേദ്യങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങേ കൈകള് ഈ മക്കളുടെ മേലെ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ മക്കളിലേക്ക് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോലിയില്ലാത്ത മക്കള്, പരീക്ഷയിലെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ആശങ്കയോടെ ജീവിക്കുന്ന മക്കള്, ജപ്തി നടപടികളെ നേരിട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മക്കളെ കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കള്, ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, ഭക്ഷണം സമാധാനത്തോടെ കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങി നടക്കുന്ന മക്കള്, കർത്താവേ, ഒരു മകനെപ്പോലും കൈവിടാത്തവനെ, അധ്വാനിക്കുന്നതിനും ഭാരമയക്കുന്ന ആശ്വസിപ്പിക്കുന്നവനെ നിന്റെ തിരുമുറുപാർന്ന് വലതു കരുത്ത കർത്താവേ, മക്കളെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ഇവിടെ ഉടമ്പടി ചെയ്തിരിക്കുന്ന മുഴുവൻ മക്കളുടെ മേലും ഈ മണ്ണിൽ ചവിട്ടി പ്രാർത്ഥിച്ച് കടന്നു പോയിട്ടുള്ള എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ അടയാളങ്ങൾ പതിയട്ടെ. യേശുവിന്റെ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവ ദുരിതങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വര ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. സൗഖ്യം നൽകണമേ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്തോഷം നിറഞ്ഞ സാക്ഷിയായി എന്നെ ഉയർത്തണമെന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവേ, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയതിനോർത്ത് ബന്ധിക്കുന്നവരുണ്ട്, മക്കള് വിളിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട്, മക്കള് ഇപ്പോഴും അംഗീകരിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട്, കൈവിട്ടു പോയ പോലെ തോന്നണവരുണ്ട്. കർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കണ്ടവൻ്റെ പുരിടത്തിലാകുമ്പോൾ എപ്പോഴും സംഘർഷത്തിൽ ജീവിക്കുന്നവരുണ്ട്, രേഖകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, കാണാതെ പോയ വസ്തുക്കളും കാണാതെ പോയ വ്യക്തികളുമുണ്ട്, സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കാൻ യാതൊരു മാർഗം കാണാത്തവരുണ്ട്, വിവാഹം താമസിച്ച് പോകുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. എല്ലാവരെയും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി കർത്താവെ, അങ്ങ് ലോകത്തിന് അങ്ങേ അവർ ഏറ്റെടുത്തുകൊണ്ട് വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ കണ്ണച്ചൊരിയുടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട്, ഭക്ഷണ പഥ്യമുള്ളത് കാരണം രോഗങ്ങൾ കാരണം ശരീരത്തിന് മരുന്ന് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ തളർന്നു പോയവരുണ്ട്. കർത്താവെ, എല്ലാവരും സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കണ്ണച്ചൊരിയട്ടെ. മരുന്ന് ലേവനമല്ല കർത്താവെ, അങ്ങനെ ഒരുപാട് മക്കളെ സുഖപ്പെടുത്തെങ്കിൽ ദൈവത്തിൻ്റെ കരുത്ത്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി എല്ലാ മക്കൾക്കും സൗഖ്യം നൽകട്ടെ. ശ്രദ്ധിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ.
ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം യേശുവേ, ആരാധന ഹല്ലേലൂയ. കർത്താവേ